Dear students, in this class we will see the second part of Raoult's law. Next is composition of vapor phase in equilibrium with the solution. എന്താ ഈ കോമ്പോസിഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്? കോൺസെൻട്രേഷൻ ആണ്, അതായത് മോൾ ഫ്രാക്ഷൻ. ഏതിൻ്റെ? വേപ്പർ ഫേസിൻ്റെ. ഒന്നുകൂടി ക്ലിയർ ആക്കാം. ഇതുവരെ നമ്മൾ രണ്ട് മോൾ ഫ്രാക്ഷൻസ് പറഞ്ഞു, കൈ1ഉം കൈ2ഉം. എവിടെയായി കൈ1 ആൻഡ് കൈ2 ഉള്ളത്? സൊല്യൂഷനിലാണ്. ഇൻ ദ സൊല്യൂഷനിലെ മോൾ ഫ്രാക്ഷൻ ആണ് കൈ1 ആൻഡ് കൈ2 എന്ന് പറയുന്നത്. ദ സൊല്യൂഷൻ വേപ്പറൈസസ്. സോ സൊല്യൂഷൻ വേപ്പേഴ്സ്, അതിനും ഒരു കറസ്പോണ്ടിങ് കോമ്പോസിഷൻ ഉണ്ടാവും, മോൾ ഫ്രാക്ഷൻ ഉണ്ടാവും. അതിനെ ഞാൻ y1 എന്നും y2 എന്നും എടുക്കുന്നു എന്ന് വിചാരിക്കാം. സോ ടു കമ്പോണൻസ് ഹാവ് ടു ഡിഫറെന്റ് മോൾ ഫ്രാക്ഷൻസ്. വൺ ഇൻ ദി സൊല്യൂഷൻ, അതേതായിരുന്നു? കൈ1 ആൻഡ് കൈ2. ആൻഡ് അതർ ഇൻ വാട്ട്? ദി വേപ്പർ ഫേസ്, ആൻഡ് വിച്ച് ഇസ് റെപ്രസെന്റഡ് ആസ് y1 ആൻഡ് y2. ഈ വേപ്പർ ഫേസിലെ കോമ്പോസിഷൻ കണ്ടെത്താൻ മാർഗമുണ്ടോ? ഉണ്ട്. അതിന് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷനും പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണൻസും അറിഞ്ഞാൽ മതി. ഏതൊക്കെയായിരുന്നു? ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷനും പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണൻസ്, അതായത് 1ന്റെയും 2ന്റെയും പാർഷ്യൽ പ്രഷർ അറിഞ്ഞാൽ മതി. അതെങ്ങനെയെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇയറിലെ കുറച്ച് ടോപ്പിക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യണം. നമുക്കറിയാം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = nRT ആണ്, ഓർ P = nRT ഡിവൈഡഡ് ബൈ V എന്ന് എഴുതാം, അല്ലേ? P = nRT ഡിവൈഡഡ് ബൈ V. ഞാനൊരു ഐഡിയൽ സിസ്റ്റത്തിൽ 3 ഐഡിയൽ ഗ്യാസസ് 1, 2, 3യുടെ ഗേഷ്യസ് മിക്സ്ചർ കൺസിഡർ ചെയ്യുന്നു, enclosed in a volume V, so that you can apply the ideal gas equation. So the partial pressure P1, according to the ideal gas equation, P1 is equal to N1 into RT by V എന്ന് എഴുതാം, അല്ലേ? This is all at a constant temperature. അതുപോലെ നമ്മൾ എടുക്കുന്നത് P2, രണ്ടാമത്തെ കമ്പോണന്റ് പാർഷ്യൽ പ്രഷർ ആണെങ്കിൽ you can write what? P2 is equal to N2 into RT by V എന്ന് എഴുതാം, and P3 is equal to N3 into RT by V എന്നും എഴുതാം. സെപ്പറേറ്റ് പാർഷ്യൽ പ്രഷേഴ്സിന്റെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതി. Where N1, N2, N3 are what? The number of moles of the gases. Okay. Then what will be the total vapor pressure? P total is equal to P1 plus P2 plus P3. Applying which law? Dalton's law of partial pressures. So substituting for P1, N1 RT by V plus N2 RT by V plus N3 RT by V. Again, taking RT by V outside. ഇപ്പം എന്ത് വരുന്നു? N1 plus N2 plus N3 into RT by V എന്നാവും. ഓക്കെ അല്ലേ? ഇനി ഓരോ പാർഷ്യൽ പ്രഷറും ടോട്ടൽ പ്രഷറിന്റെ എത്ര ഭാഗമാണെന്ന് നോക്കാം. അതിനായി ഞാൻ P1, P2, P3 എന്ന പാർഷ്യൽ പ്രഷറുകളെ ടോട്ടൽ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ P1 ഡിവൈഡഡ് ബൈ P total is equal to N1 into RT by V divided by N1 plus N2 plus N3 into RT by V. ശരിയല്ലേ? ഇനി N1 ഡിവൈഡഡ് ബൈ N1 plus N2 plus N3, അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ N1 plus N2 plus N3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് വാട്ട്? മോൾസ് ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? N എന്ന് എടുക്കുന്നു, N അല്ലേ? ടോട്ടൽ നമ്പർ. സോ N1 ഡിവൈഡഡ് ബൈ N എന്തായിരുന്നു? N1 means number of moles of component 1 divided by total number of moles of all the components in the solution. അതാണല്ലോ മോൾ ഫ്രാക്ഷൻ, which is represented as what? Chi1. So you can write Chi1 is related to the total pressure as P1 is equal to Chi1 into P total, അല്ലേ? Chi1 into P total. Similarly, P2 is equal to Chi2 into P total, and P3 is equal to Chi3 into P total. കണ്ടോ? അപ്പൊ P ടോട്ടലും പാർഷ്യൽ പ്രഷറും അറിഞ്ഞാൽ, കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷറും അറിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടേക്ക് എത്താം? മോൾ ഫ്രാക്ഷനിലേക്ക് എത്താൻ പറ്റും. ഓർ ഇൻ ജനറൽ യു ക്യാൻ റൈറ്റ് വാട്ട്? Pi is equal to Chi I into P total.
So to get chi I, എന്തൊക്കെ അറിഞ്ഞാൽ മതി? The partial pressure of the ith component and the total vapor pressure of the solution. അപ്പം ഇത് നമുക്ക് നമ്മുടെ സൊല്യൂഷനിലെ കോമ്പോസിഷൻ ഓഫ് വേപ്പർ ഫേസ് കാണാൻ ഉപയോഗിച്ചൂടെ? Y1 and Y2 ആണ് നമ്മുടെ കമ്പോണൻസിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻ ദ വേപ്പർ ഫേസ്. അത് കണ്ടെത്തണം. അതിനെന്തറിഞ്ഞാൽ മതി? ടോട്ടൽ വേപ്പർ പ്രഷറും അതുപോലെ പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണൻറ്റ് 1 ആൻഡ് കമ്പോണൻറ്റ് 2. അത് നമ്മൾ നേരത്തെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്ത് നോക്കാം. സോ യു ക്യാൻ റൈറ്റ് ഫോർ കമ്പോണൻറ്റ് 1 P1 is equal to what? Y1 into P total. ശരിയല്ലേ? സിമിലർലി P2 equal to Y2 into P total. സോ Y1ഉം Y2ഉം കണ്ടെത്താണ് using total pressure and partial pressures. Or in general you can write Pi is equal to Yi into P total. Once again, Pi is equal to Yi into P total, where Yi is the composition or mole fraction of the component in the vapor phase, whereas chi I is the mole fraction of the component in the solution. ഇതുവരെ നമ്മൾ കണ്ടത് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഓഫ് ലിക്വിഡ്സ് ഇൻ ലിക്വിഡ്സ് ആയിരുന്നു. ഇനി നമുക്ക് വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഓഫ് സോളിഡ്സ് ഇൻ ലിക്വിഡ്സ് എന്താണെന്ന് നോക്കാം. ഇവിടെ സോളിഡ് അല്ലെങ്കിൽ സൊല്യൂട്ടായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു പ്രത്യേക സോളിഡാണ്. ദറ്റ് ഈസ് നോൺ വോളറ്റൈൽ സോളിഡ്. നോൺ വോളറ്റൈൽ, വാട്ട് ഡു യു മീൻ ബൈ നോൺ വോളറ്റൈൽ? വേപ്പറൈസ് ചെയ്യാൻ കഴിയാത്തത്. ദാറ്റ് വിച്ച് കനോട്ട് വേപ്പറൈസ്. ഉദാഹരണം ഗ്ലൂക്കോസ്, കെയിൻ ഷുഗർ, യൂറിയ, സോഡിയം ക്ലോറൈഡ് ഇൻ വാട്ടർ. ദ സോൾവെന്റ് ഇസ് വാട്ടർ. ഗ്ലൂക്കോസ്, കെയിൻ ഷുഗർ ഒക്കെ നോൺ വോളറ്റൈൽ സൊല്യൂട്ടുകളാണ്. അതുപോലെ അയോഡിൻ ആൻഡ് സൾഫർ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. അവിടെ അയോഡിനും സൾഫറും നോൺ വോളറ്റൈൽ സൊല്യൂട്ടാണ്. ഇത്തരത്തിലൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത സൊല്യൂഷനിൽ ആർക്കു മാത്രമേ വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യാൻ കഴിയുള്ളൂ? ഓൺലി ഫോർ ദ സോൾവെന്റ്. ഇപ്പോൾ വാട്ടറാണ് സോൾവെന്റ് എങ്കിൽ വാട്ടർ മാത്രമാണ് വേപ്പർ പ്രഷർ, വാട്ടർ വേപ്പറിന്റെ പ്രഷർ മാത്രമായിരിക്കും എക്സേർട്ട് ചെയ്യുന്നത്. സിമിലർലി കാർബൺ ഡൈസൾഫൈഡിൽ അയോഡിൻ ലയിപ്പിച്ചാൽ അയോഡിൻ കനോട്ട് എക്സേർട്ട് ഇറ്റ്സ് വേപ്പർ പ്രഷർ ബിക്കോസ് ഇറ്റ് ഇസ് നോൺ വോളറ്റൈൽ. സോ അത്തരത്തിലുള്ള സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യാൻ ഞാൻ അടച്ച 2 ബീക്കേഴ്സ് കൺസിഡർ ചെയ്തിരിക്കുന്നു. ഒരു ബീക്കറിൽ പ്യുവർ സോൾവെന്റ് വാട്ടർ ആണ് എടുത്തിരിക്കുന്നത്. പ്യുവർ സോൾവെന്റ് അതിൻ്റെ മോളിക്യൂൾസിനെ ഞാൻ ബ്ലൂ കളറായി കാണിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ബീക്കറിൽ സൊല്യൂഷൻ, അതും നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആയിട്ടുള്ള ഗ്ലൂക്കോസ്, 1 മോൾ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത്. സോ 1 മോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്നു. സൊല്യൂട്ടിനെ കാണിച്ചിരിക്കുന്നത് ഗ്രീൻ കളറിലുമാണ്. ഇത്തരത്തിലുള്ള സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്താൽ നമ്മൾ വേപ്പർ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആർക്കായിരിക്കും വേപ്പർ പ്രഷർ കൂടുന്നത്? സോൾവെന്റിനായിരിക്കുമോ, പ്യുവർ സോൾവെന്റിനായിരിക്കുമോ, അതോ സൊല്യൂഷനായിരിക്കുമോ? തീർച്ചയായും പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ സൊല്യൂഷനേക്കാൾ കൂടുതലായിരിക്കും. പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണ് സൊല്യൂഷനേക്കാൾ കൂടുന്നത്. തിരിച്ച് സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഹാസ് വാട്ട് ലോവർ വേപ്പർ പ്രഷർ ദാൻ ദ പ്യുവർ സോൾവെന്റ്. എന്തുകൊണ്ടാണ്? To explain that, you have to consider evaporation. Evaporation ഒരു സർഫസ് ഫിനോമിനൻ ആണ്, അല്ലേ? ഇറ്റ് ടേക്സ് പ്ലേസ് ഓൺലി ഫ്രം ദി സർഫസ്. സർഫസിൽ മാത്രമേ നടക്കുന്നുള്ളൂ. പ്യുവർ സോൾവെന്റിൽ ദ സർഫസ് ഇസ് കവേർഡ്, ദി എൻറ്റയർ സർഫസ് ഇസ് കവേർഡ് ബൈ വാട്ട്? ദി സോൾവെന്റ് മോളിക്യൂൾസ്. ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് മുഴുവനും സോൾവെന്റ് മോളിക്യൂൾസ് ആണ്. ഞാൻ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർ സർഫസ് പിന്നെ സോൾവെന്റ് വെച്ചാണോ കവർ ചെയ്തിരിക്കുന്നത്? അല്ല. യു ക്യാൻ സേ ദാറ്റ് ദ സർഫസ് ഇസ് കവേർഡ് ബൈ സോൾവെന്റ് മോളിക്യൂൾസ് ആസ് വെൽ ആസ് സൊല്യൂട്ട് മോളിക്യൂൾസ്. സൊല്യൂട്ട് മോളിക്യൂൾസ് സോൾവെന്റ് മോളിക്യൂൾസിന് ഇടയിൽ കയറിയിരിക്കുന്നതായിട്ട് കാണാം. ഗ്രീൻ കളറിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റി? ദി എമൗണ്ട്, സൊല്യൂട്ടിന് വോളറ്റൈൽ ആണോ സൊല്യൂട്ട്? അല്ല. സൊല്യൂട്ടിന് വേപ്പർ ഫേസിലേക്ക് പോകാൻ കഴിയില്ല. സോൾവെന്റ് മാത്രമേ വേപ്പർ ഫേസിലേക്ക് പോവുള്ളൂ. സോ ദ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെന്റ് മോളിക്യൂൾസ് കവറിംഗ് ദ സർഫസ്, occupying the surface will decrease.
സോൾവെന്റ് മോളിക്യൂൾസിന്റെ എണ്ണം സർഫസിൽ കുറഞ്ഞു. As a result, what happens? Escaping tendency of the solvent molecules to the vapor phase will decrease, it will be reduced. അല്ലേ? സോ കുറച്ച് സോൾവെന്റ് മോളിക്യൂൾസ് മാത്രമേ വേപ്പർ ഫേസിലേക്ക് എത്തുന്നുള്ളൂ. ഈ ഡയഗ്രത്തിൽ അത് ക്ലിയർ ആണ്. ഇവിടെ ബ്ലൂ കളറിലുള്ള സോൾവെന്റ് മോളിക്യൂൾസ് വേപ്പറൈസ് ചെയ്യുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. സോ ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ്. സോ യു ക്യാൻ സേ ദാറ്റ് when you are preparing a solution adding non-volatile solute, the amount of vapors of the solvent produced will be lesser. Okay, so we can say the vapor pressure of the solution containing non-volatile solute at a given temperature is found to be lower. It's lower than the vapor pressure of the pure solvent at that temperature. ഇപ്പോഴും സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഏത് തരം സൊല്യൂഷൻ ആയിരുന്നു? When a non-volatile solute is added to a solvent, the vapor pressure of the solution will be lower. ഒരിക്കൽ കൂടി അതിൻ്റെ കാരണങ്ങൾ നോക്കാം. Evaporation is a surface phenomenon. In a pure liquid, the entire surface is covered by the molecules of the liquid. If a non-volatile solute is added to a solvent to give a solution, the vapor pressure is solely from the solvent alone. Solvent മാത്രമാണ് vapor pressure contribution കൊടുക്കുന്നത്. In the solution, the surface has both solute and solvent molecules. Surfaceൽ solvent moleculesന് കൂടെ solute moleculesഉം ഉണ്ട്. Therefore, the fraction of the surface covered by the solvent molecules get reduced, കുറയുന്നു. Consequently, the number of solvent molecules escaping the surface is correspondingly reduced. As a result, the vapor pressure is also reduced. Okay, so vapor pressure of the non-volatile solute containing solution will be lower. അപ്പോൾ നമുക്ക് ഈ സൊല്യൂഷനിലേക്ക് റൗൾട്ട്സ് ലോ അപ്ലൈ ചെയ്ത് നോക്കാം. റൗൾട്ട്സ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഓൺലി ഫോർ വോളറ്റൈൽ കമ്പോണൻറ്റിനെ പറ്റുള്ളൂ. സോ വോളറ്റൈൽ കമ്പോണൻറ്റ് ഇതിലേതാണ്? സോൾവെൻറ്റാ. നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ റൗൾട്ട്സ് ലോ അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇല്ല. സോ യു ക്യാൻ ഓൺലി അപ്ലൈ ഫോർ ദി സോൾവെൻറ്റ്. സോൾവെൻറ്റിനെ ഞാൻ എടുക്കുന്നത് 1 വെച്ചാണ് അല്ലേ? സോൾവെൻറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ 1. സോ അതിൻ്റെ പാർഷ്യൽ പ്രഷർ P1ഉം മോൾ ഫ്രാക്ഷൻ ഇൻ ദ സൊല്യൂഷൻ ഏതായിരുന്നു? Chi1 ആണ്. Chi1. Therefore, you can apply the Raoult's law as P1 is equal to, or P1 is directly proportional to Chi1. ഇവിടെ ഒരിക്കലും P2ഓ Chi2ഓ വരില്ല. Or P1 is equal to P01 into Chi1. Only the contribution of what? The solvent. അല്ലേ? Therefore, നമുക്ക് ഗ്രാഫും വരയ്ക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നേരത്തെ ഐഡിയൽ സൊല്യൂഷനിൽ വരച്ചതുപോലെ 3 ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. യു വിൽ ഓൺലി ഗെറ്റ് വാട്ട്? 1 സ്ട്രെയിറ്റ് ലൈൻ. അത് ആരുടെ മാത്രമാണ്? സോൾവെൻറ്റിൻ്റെ മാത്രം അല്ലേ? സോ വെൻ വേപ്പർ പ്രഷർ ഇസ് ഡ്രോൺ അലോങ് വാട്ട്? വൈ ആക്സിസ് ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സോൾവെൻറ്റ് അലോങ് എക്സ് ആക്സിസ്. നേരത്തെ നമ്മൾ സൊല്യൂട്ടായിരുന്നു വരച്ചത്. ഇത് സോൾവെൻറ്റ്, കാരണം അത് മാത്രമേ വോളറ്റൈൽ ആയിട്ടുള്ളൂ. യു വിൽ ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഹാസ് ദ മാക്സിമം വാല്യൂ അറ്റ് ദിസ് പോയിന്റ് അല്ലേ? വിച്ച് ഇസ് ഏതായിരിക്കും? P10 അല്ലെങ്കിൽ P01, which is the vapor pressure of the pure solvent. ഇതാണ് എന്ത്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത സൊല്യൂഷൻ്റെ റൗൾട്ട്സ് ലോ ഗ്രാഫ് ചോദിച്ചാൽ വരയ്ക്കേണ്ടത് ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, സോ ഒരിക്കൽ കൂടി റൗൾട്ട്സ് ലോ നമുക്കൊന്ന് പറയാം. ഫോർ എനി സൊല്യൂഷൻ ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് volatile component in the solution is directly proportional to its mole fraction in the solution. So solution volatile ആയിരിക്കണം. volatile componentന്റെ മാത്രമുള്ളതാണ് റൗൾട്ട്സ് ലോ. ആര് തമ്മിലുള്ള റിലേഷൻ ആയിരുന്നു? between partial vapor pressure and mole fraction of the component in the solution. Finally, നമുക്ക് റൗൾട്ട്സ് ലോയും ഹെൻറീസ് ലോയും ഒന്ന് കമ്പയർ ചെയ്യാം. ഈ കമ്പാരിസൺ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് റൗൾട്ട്സ് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എങ്കിലും ഒരിക്കൽ കൂടി എന്താണ് രണ്ടും തമ്മിൽ ഉള്ള കമ്പാരിസൺ? റൗൾട്ട്സ് ലോ എന്ന് പറയുന്നത് ഹെൻറീസ് ലോയിൻ്റെ ഒരു സ്പെഷ്യൽ കേസ് തന്നെയല്ലേ? നോക്കാം. റൗൾട്ട്സ് ലോ ആർക്കുള്ളതായിരുന്നു? സൊല്യൂഷൻസ്, വോളറ്റൈൽ സൊല്യൂഷൻസിലുള്ളതാണ് അല്ലേ? വെൻ ലിക്വിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ് ഓർ സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻസ്,
when the solute is non-volatile. അവർക്കുള്ളതാണ് Raoult's law, where partial pressure is directly proportional to mole fraction. Or you can write P is equal to P0 into chi. Raoult's law. Henry's law ആർക്കുള്ളതാണ്? ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിലാണ്. ഗ്യാസ് ഇൻ ലിക്വിഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. ആൻഡ് you can write P is equal to KH into chi. P is equal to KH into chi, where chi is the mole fraction of the gas in the solution. Now compare these two. P is equal to P0 into chi and P is equal to KH into chi. എവിടെയാ ഡിഫറൻസ് ഉള്ളത്? Only in the proportionality constants. KH for Henry's law and P0 for Raoult's law. So, ഗ്യാസ് ഇൻ സൊല്യൂഷൻ ആണ്. വേപ്പേഴ്സ് എന്ന സ്ഥാനത്ത് ഗ്യാസ് ആണെങ്കിൽ അത് ഹെൻറീസ് ലോ ആയി മാറുന്നു. പകരം ഗ്യാസിനെ കംപ്ലീറ്റ് ആയിട്ട് വേപ്പേഴ്സ് ആയി സൊല്യൂഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഏത് തരം സൊല്യൂഷൻ? വോളറ്റൈൽ ലിക്വിഡ് സൊല്യൂഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് P0 ആയി മാറുന്നു. സോ യു ക്യാൻ സേ ദാറ്റ് Raoult's law is a special case of Henry's law.